വെൽക്കം ടു ഓൺലൈൻ ക്ലാസ് ഓഫ് ബ്രൈറ്റ് അക്കാദമി. ഇന്ന് നമ്മൾ ഫിസിക്സിലെ ചാപ്റ്റർ 3 മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിലെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സ്പീഡ്, വെലോസിറ്റി അല്ലേ, അതുപോലെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇന്നും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡെഫിനിഷൻ പാർട്സും ഓരോ ടേംസും എന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ അധികം എഴുതിയിട്ടുണ്ട്, പക്ഷേ അധികമൊന്നും പഠിക്കാനില്ല. അതിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ ഡെഫിനിഷനും മാത്രമേ നമുക്ക് ഓർത്ത് വെക്കേണ്ടതുള്ളൂ. വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ഇതൊക്കെ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡും വെലോസിറ്റിയൊക്കെ കാണുമ്പോഴുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റിയും. എന്താ യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡി മൂവ് ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിലാണെങ്കിൽ, ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് യൂണിഫോം സ്പീഡ്. ഒരു സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്തൊരു സെക്കൻഡിലും അതേ വേറൊരു 10 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും ഒരു ബോഡി എത്ര മീറ്റർ? 10 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അതിന് എന്താണ്? ടൈം ഇൻ്റർവെൽ സെയിമാണ്, അതുപോലെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും സെയിമാണ്. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് എന്താ പറയുക? യൂണിഫോം മോഷൻ എന്ന് പറയും. അപ്പോൾ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അതിനെയാണ് എന്താ പറയുന്നത്? യൂണിഫോം സ്പീഡ്. ഇനി യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാലോ? വെലോസിറ്റിയും സ്പീഡും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ സ്പീഡിൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ വെലോസിറ്റിയിൽ നമ്മൾ എന്താ പറയുക? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് പറയുക. അപ്പം ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ബോഡി കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ആണെങ്കിൽ യൂണിഫോം സ്പീഡ്, ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡ്. അത് കഴിഞ്ഞ് നോൺ യൂണിഫോം. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസിൽ അൺഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ഇൻ്റർവെൽസിൽ അൺഈക്വൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിലോ അൺഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ, അടുത്തൊരു സെക്കൻഡിൽ 20 മീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ടൈം ഇൻ്റർവെൽ സെയിം ആണ്, പക്ഷേ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് മാറും. അതെന്താണ്? നോൺ യൂണിഫോം സ്പീഡാണ്. അപ്പോൾ ഇൻ്റർവെല്ല് മാറുമ്പോൾ ഡിസ്റ്റൻസ് ഒരുപോലെയാവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മാറിയിട്ട് ഇൻ്റർവെൽ ഒരുപോലെ, എന്തായാലും അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസിലാവാം. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇൻ്റർവെൽസിലായാലും അതെന്താണ്? നോൺ യൂണിഫോമാണ്. യൂണിഫോമിൻ്റെ നേരെ വിപരീതം. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഈക്വൽ ഇൻ്റർവെൽസിലും ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ കവർ ചെയ്ത് പോവാം, ഈക്വൽ ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്ത് പോവാണ് എന്ത്? യൂണിഫോം സ്പീഡ്. നോൺ യൂണിഫോം ആണെങ്കിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇൻ്റർവെൽസ് ഓർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇൻ്റർവെൽസ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ആവാം, ടൈം മാറും, അല്ലെങ്കിലോ ഡിസ്റ്റൻസ് മാറിയിട്ട് ടൈം ഈക്വൽ ആവാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അൺഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? നോൺ യൂണിഫോം എന്ന്. അപ്പോൾ വെലോസിറ്റിയുടെ കാര്യം, നോൺ യൂണിഫോം വെലോസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എന്താ പറയുക? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ അൺഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഓർ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഇപ്പോൾ ഒരു സെക്കൻഡിൽ 10 മീറ്റർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, അടുത്ത സെക്കൻഡിൽ 20 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ടൈം ഇൻ്റർവെൽ സെയിം ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്തു? മാറി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അൺഈക്വൽ ആണ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അല്ലെങ്കിലോ ഇൻ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ അൺഈക്വൽ ഇൻ്റർവെൽസിൽ. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡിൽ 15 മീറ്റർ, അങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ എന്താണ്? ടൈം മാറുന്നു, ഡിസ്പ്ലേസ്മെൻറ്റും മാറും. അപ്പോൾ അങ്ങനെ മാറിയാൽ ഇപ്പം ഈക്വൽ അല്ലാതെ വരുന്നതൊക്കെ എന്താണ്? നോൺ യൂണിഫോം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യൂണിഫോം എന്ന് പറയും. അപ്പം അതേപോലെ വേരിയബിൾ സ്പീഡ് ആൻഡ് വേരിയബിൾ വെലോസിറ്റി. ഇപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുക? വേരിയബിൾ സ്പീഡ് എന്ന് പറയും. വേരിയബിൾ വെലോസിറ്റി ആണെങ്കിലോ ഈക്വൽ ഇൻ്റർവെൽസിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഫോമാണ്. നോൺ യൂണിഫോമിന് വേറൊരു പേര് ഉപയോഗിച്ചു എന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും, ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നു, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് നമ്മൾ വേരിയബിൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം യൂണിഫോം എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം.
ഈക്വൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാലോ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഇനി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആ ഭാഗം നമുക്ക് പ്രോബ്ലം പാർട്ടിലൊക്കെ വരാറുണ്ട്. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. ഇപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. എത്ര സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു അതിൻ്റെ റേഷ്യോനാണ് എന്ത് പറയുന്നത് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇപ്പോൾ T1 സമയം കൊണ്ട് ഒരു ബോഡി x1 ഡിസ്റ്റൻസ് കവർ ചെയ്തു. ടൈം T1 ആണ്. ആ ടൈമിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ് x1 ആണ്. അതുപോലെ ടൈം T2 ആയപ്പോൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് x2 ആണ്. ഇപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ T1 പ്ലസ് T2. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് എന്ത് ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ, ഇത് ഓർത്ത് വയ്ക്കുക ഇക്വേഷനൊക്കെ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ആവറേജ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദ ടൈം ഓഫ് ഇൻ്റർവെൽ. Average velocity is the ratio of total displacement to the time interval. Total displacement to the time interval. അപ്പോൾ x1 and x2 is the position. ഇപ്പോൾ x1 ഉം x2 ഉം പൊസിഷൻ ആണ് വിചാരിക്കുക. x1 and x2 are the position of the body at time t1 and t2. T1 സമയത്ത് ബോഡിയുടെ പൊസിഷൻ x1 ഉം T2 സമയത്ത് x2 ഉം ആണെങ്കിൽ ദി ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് കാണുക? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? ഫൈനൽ പൊസിഷൻ. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ ടൈം T2 മൈനസ് T1. ഇപ്പോൾ ആവറേജ് സ്പീഡാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം T1 ഈസ് x1 ആൻഡ് T2 ഈസ് x2 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ. ദെർഫോർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി നമ്മൾ എന്താ പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതായത് പൊസിഷൻ ചേഞ്ച് ബൈ ടൈമാണ് വരിക. അപ്പോൾ പൊസിഷൻ ചേഞ്ച് എന്താണ്? x2 മൈനസ് x1 ഡിവൈഡ് ബൈ T2 മൈനസ് T1 ആണ് എന്ത്? പൊസിഷൻ ചേഞ്ച് ഡിവൈഡ് ബൈ ടൈം. ചേഞ്ചിന് നമ്മൾ കാണിക്കുന്ന നൊട്ടേഷനാണ് ഡെൽറ്റ ചേഞ്ച്. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷനിലുള്ള ചേഞ്ച്. അതുപോലെ T2 മൈനസ് T1 എന്ന് പറഞ്ഞാലോ ടൈമിലുള്ള ചേഞ്ച്. ചേഞ്ചിനെ നമ്മൾ സൂചിപ്പിക്കുന്ന നൊട്ടേഷൻ ഡെൽറ്റ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതിയത്? പൊസിഷൻ ചേഞ്ച് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ? ചേഞ്ചിൻ്റെ നൊട്ടേഷൻ നമ്മൾ ഡെൽറ്റ യൂസ് ചെയ്തത്. അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ്, ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടൈം, അതായത് ഡെൽറ്റ ടി. അപ്പോൾ ആവറേജ് വെലോസിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം, അതായത് ഇനി ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇൻ ഇഫക്റ്റ് ഡെഫിനിഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദി ടൈം ടേക്കർ ആണെന്ത്? ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ എ പെർട്ടിക്കുലർ ടൈം എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് ആകെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എടുക്കുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുക. ഇവിടെ വെലോസിറ്റീൻ്റെ കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് എടുക്കേണ്ടത്. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ഡിവൈഡ് ബൈ ടൈമാണ്. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതിൽ ആവറേജ് വെലോസിറ്റി നമുക്ക് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, സീറോ ആവാം. പക്ഷേ ആവറേജ് സ്പീഡ് ഒരിക്കലും നെഗറ്റീവും സീറോ ഒന്നും ആവില്ല, എപ്പോഴും പോസിറ്റീവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവറേജ് വെലോസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്പീഡ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റിയാണ് എന്ത്? ഇറ്റ് മേ ബി സീറോ പോസിറ്റീവ് നെഗറ്റീവ് വെലോസിറ്റിക്ക്. അത് ഇവിടെയും ബാധകമാണ്. ആവറേജ് വെലോസിറ്റി എന്താവാം? സീറോ ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അപ്പോൾ ആവറേജ് സ്പീഡ് ഓൾവേസ് പോസിറ്റീവ് ആണ്.
ഇനി നമുക്ക് ഇവിടെ ആവറേജ് സ്പീഡിന് രണ്ട് കേസുകൾ അപ്ലൈ ചെയ്യാനുണ്ട്. നമ്മുടെ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഈക്വൽ ഹാഫ് ആക്കിയിട്ട് വ്യത്യസ്ത ടൈം ഇൻ്റർവെല്ലിൽ വരുന്ന സമയത്തും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആവുന്ന സമയത്തും ഇക്വേഷൻസ് മാറും. അപ്പം ഇക്വേഷൻസ് മാറുന്ന സമയത്ത് നമുക്ക് രണ്ട് കേസ് ഇതിൽ ചെയ്യാനുണ്ട്. ആവറേജ് സ്പീഡിൽ രണ്ട് കേസുണ്ട്. അപ്പോൾ അതൊരു നോട്ടായിട്ട് നമുക്ക് പറയാം. ഇക്വേഷൻസ് അങ്ങനെ തന്നെ അങ്ങ് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നു v1 സ്പീഡിൽ ഇൻ ടൈം t1ൽ. t1 സമയം കൊണ്ട് v1 സ്പീഡാണ് അതിന്. t1 സമയത്ത് അതിൻ്റെ സ്പീഡ് എത്രയാണ്? v1 ആണ്. അതുപോലെ t2 സമയത്ത് അതിൻ്റെ സ്പീഡ് v2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ആവറേജ് സ്പീഡ് കാണാനുള്ള ഫസ്റ്റ് കേസാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതിൽ എന്താണ്? t1 സമയത്തുള്ള സ്പീഡ് v1ഉം t2 സമയത്തുള്ള സ്പീഡ് v2ഉം ആയാൽ നമുക്ക് ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ ആര് വേണം? ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? v1 സ്പീഡിൽ t1 സമയത്ത് സഞ്ചരിച്ചെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പോൾ എന്തായി? ഫസ്റ്റ് v1 t1 പ്ലസ് സെക്കൻഡ് കേസിലോ v2 t2. ഇനി ടോട്ടൽ ടൈമോ? ടോട്ടൽ ടൈം t1 പ്ലസ് t2. t1 പ്ലസ് t2. then ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് v1 t1 പ്ലസ് v2 t2 ഡിവൈഡ് ബൈ t1 പ്ലസ് t2. ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൽ ടൈം ഈക്വൽ ആയാൽ t1 ഈക്വൽ ടു t2 ഈക്വൽ ടു t ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു v1 പ്ലസ് v2 t ഡിവൈഡഡ് ബൈ 2t അല്ലേ? t1നും t2നൊക്കെ t കൊടുത്തു. ടിയും ടി എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോയി. അപ്പം v1 പ്ലസ് v2 ബൈ 2. ആവറേജ് സ്പീഡ് എന്താണ്? ടോട്ടൽ സ്പീഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ വ്യത്യസ്ത സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്പീഡ് ഡിവൈഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി x1 ഡിസ്റ്റൻസ് v1 സ്പീഡിലും x2 ഡിസ്റ്റൻസ് v2 സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. കേസ് 2, ഇഫ് എ ബോഡി കവേഴ്സ് x1 ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് v1 ആൻഡ് x2 ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് v2, ദെൻ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് കാണാൻ നമുക്ക് എന്ത് വേണം? ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 അല്ലേ? ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് x1 പ്ലസ് x2 അല്ലേ? ഇനി വേണ്ട എന്താണ്? ടോട്ടൽ ടൈമാണ്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ദെർഫോർ ടൈം ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് വരിക അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ടോട്ടൽ ടൈം ഫസ്റ്റ് ടൈം എന്താ വരിക? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് x1 ബൈ v1 പ്ലസ് x2 ബൈ v2. ദെൻ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ x1 ബൈ v1 പ്ലസ് x2 ബൈ v2. ഇതാണ് ഇക്വേഷൻ വരിക. ഇനി ഇതിൽ നമ്മൾ കേസ് അപ്ലൈ ചെയ്യുന്നു. x1ഉം x2ഉം ഈക്വൽ ആവുന്നു. ഇഫ് x1 ഇസ് ഈക്വൽ ടു x2, ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താവും? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു, if x1 is equal to x2, average speed is equal to x1 x2 equal to x ആണെങ്കിൽ 2x മുകളിൽ വരും ഡിവൈഡഡ് ബൈ x ബൈ v1 പ്ലസ് x ബൈ v2 അല്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2x ബൈ v1 പ്ലസ് v2 ഇങ്ങനെ വരും. അപ്പോൾ x എന്ത് ചെയ്തു? കട്ട് ചെയ്തു അല്ലേ? എക്സും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ v1 v2 മുകളിലേക്ക് പോവും. ദെൻ 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇപ്പോൾ ആവറേജ് സ്പീഡിന് രണ്ട് സ്പെഷ്യൽ കേസുകൾ നമ്മൾ പറഞ്ഞു. ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇപ്പോൾ ഒരു ടോട്ടൽ ജേണിയുടെ ഫസ്റ്റ് ഹാഫ്
ഇത്ര സ്പീഡിലും സെക്കൻഡ് ഹാഫ് ഇത്ര സ്പീഡിലും ട്രാവൽ ചെയ്തു, ദെൻ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. നേരത്തെ നമ്മൾ പറഞ്ഞത് ടൈം ഈക്വൽ ടൈം ഇൻ്റർവെൽ വ്യത്യസ്ത സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താണ് 2v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2 ആണ് ഒരു ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കൂ, നമ്മളിപ്പോൾ പഠിച്ച കേസിലാണ് അല്ലേ. ഇഫ് എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് 60 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് വിത്ത് എ സ്പീഡ് 80 km/h, ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ. കാറിൻ്റെ ആവറേജ് സ്പീഡ് കാണാം. അപ്പോൾ ആവറേജ് സ്പീഡ് ഇപ്പം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഈക്വലാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ആവറേജ് സ്പീഡ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. അപ്പോൾ 2 × 60 × 80 ഡിവൈഡ് ബൈ 60 പ്ലസ് 80. അപ്പോൾ നമ്മൾ ഫോർമുല 2v1 ബൈ v2 പ്ലസ് 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. അപ്പോൾ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡിസ്റ്റൻസ് സെയിം ആണ്, അതുകൊണ്ട്. അപ്പോൾ 2v1 v2 ബൈ v1 പ്ലസ് v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, v1ഉം v2ഉം കൊടുത്തു. അപ്പോൾ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? 68.57 km അപ്പോൾ ആവും. അപ്പോൾ ഇതിൽ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ടൈം ഈക്വൽ ആവുന്ന സമയത്ത് v1 പ്ലസ് v2 ബൈ 2 കൊടുക്കുക. ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്ന സമയത്ത് 2v1 v2 ബൈ v1 പ്ലസ് v2 കൊടുക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് ആൻഡ് ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി. അപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റ് നമ്മൾ ഇപ്പോൾ ഒരു കാർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ ഓടിക്കൊടുക്കുന്നതിൻ്റെ ഇടയിൽ 10ാമത്തെ സെക്കൻഡിൽ അല്ലെങ്കിൽ 11ാമത്തെ മിനിറ്റിൽ എത്രയാണ് അതിൻ്റെ സ്പീഡ്, എത്രയാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ പറയുന്ന സ്പീഡിനെയും ടൈം വെലോസിറ്റിനെയും ഒക്കെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. സ്പീഡ് അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. എ ബോഡി velocity of the body at any instant of motion is called instantaneous velocity. Instantaneous velocity എന്ന് പറഞ്ഞാൽ velocity of a body at a particular instance. അത് ഓടിക്കൊണ്ടിരിക്കുന്നു, അതിൽ ഇത്രാമത്തെ മിനിറ്റിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് പറയുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റാനിയസ്. പർട്ടിക്കുലർ ടൈമിൽ കറക്റ്റ് ആ ടൈം ഇൻ്റർവെല്ലിൽ അത് എത്ര സ്മോൾ ടൈം ആണെങ്കിലും ആ ഇൻ്റർവെല്ലിൽ പറയുന്ന വെലോസിറ്റിനെയാണെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അപ്പോൾ ഇത്ര സ്പീഡ്, എത്രാമത്തെ സെക്കൻഡിൽ ഇത്ര സ്പീഡ്, ആ പർട്ടിക്കുലർ ടൈമിൽ പറയുന്ന സ്പീഡിനാണെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ്. പർട്ടിക്കുലർ ടൈമിൽ പറയുന്ന വെലോസിറ്റീൻ്റെ പേരാണെന്ത്? ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി. അപ്പോൾ അതെങ്ങനെയാണ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റീനെ നമ്മൾ ടൈം ഇൻ്റർവെൽ ചെറുതാക്കി ലിമിറ്റ് ചെയ്യുന്നു. അതിന് ടൈം ഇൻ്റർവെൽ ലിമിറ്റ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റൻറ്റാനിയസ് കിട്ടും. അപ്പോൾ ആവറേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതിന് ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊടുക്കുക, എൽ ടി ലിമിറ്റാണ്. ആരാണ് ഇവിടെ ലിമിറ്റ് ചെയ്യുന്നത്? ഡെൽറ്റ ടി ടെൻസ് ടു 0. ടി എന്ന് പറയുന്ന ടൈം വളരെ സ്മോൾ, നെഗ്ലിജിബിളി സ്മോൾ ടൈം ആണെങ്കിൽ പോലും ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി. ദിസ് ഇസ് കോൾഡ് ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി. വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റീൻ്റെ മുകളിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റും ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈമും ഒന്നിച്ച് വരുന്നതിന് നമ്മൾ എന്താ പറയുക? ഡിഫറൻസിയേഷൻ എന്നാണ് പറയുക, ഡെറിവേറ്റീവ് ഓർ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഇതിനെ വായിക്കുക ഡെറിവേറ്റീവ് ഓഫ് എന്നാണ്. ഡി ബൈ ഡി ടീനെ എന്താ വായിക്കുക? ഡി എക്സ് ബൈ ഡി ടീനെ അല്ലെങ്കിൽ ഡി ബൈ ഡി ടി എന്ന് പറയുന്നതിന് എന്താ വിളിക്കുക? ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് വെലോസിറ്റി. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം ഈസ് കോൾഡ് rate of change of displacement with time is called, and rate of change of displacement is called velocity. dx by dt or first derivative of displacement is called velocity. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെന്ത്? വെലോസിറ്റി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഓർഡർ 1 ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും.
അപ്പോൾ ആവറേജ് വെലോസിറ്റീൻ്റെ മുകളിൽ ലിമിറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി കിട്ടുന്നു. ആ പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി കാണാൻ നമ്മൾ ലിമിറ്റ് എന്ന ഓപ്പറേഷൻ അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്, ആവറേജ് വെലോസിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വെലോസിറ്റി ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? dx/dt ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് ആര്? വെലോസിറ്റി. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് കോൾഡ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി. ക്വസ്റ്റ്യൻ: the position of an object moving along x-axis given by the relation x is equal to a plus bt square, where a is given 8.5 and b is 2.5 and t is in second. What is the velocity at t equal to 0 and t equal to 2 second? Also find the average velocity between t equal to 2 second and t equal to 4 second. അപ്പോൾ വെലോസിറ്റിയുടെ നമ്മൾ പറഞ്ഞ എന്താണ്? dx/dt ആണ് വെലോസിറ്റി അല്ലേ? അപ്പോൾ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. d/dt എന്ന് പറയുന്ന ഓപ്പറേറ്റർ എവിടെ അപ്ലൈ ചെയ്യുക? എക്സിൻ്റെ മുകളിൽ a പ്ലസ് bt സ്ക്വയർ. ഇതിൽ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്, എ കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻ്റ് എന്താണ്? 0 ആണ്, വാരി ചെയ്യുന്നില്ല. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് bt സ്ക്വയർ എന്ന് പറയുമ്പോൾ b ഇൻറ്റു 2t ആണ്. അതായത് d/dt ഓഫ് t സ്ക്വയർ. b കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ബീനെ പുറത്തെടുക്കും. അപ്പോൾ d/dt ഓഫ് t സ്ക്വയർ, t സ്ക്വയറിൻ്റെ d/dt എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t. ഈ പവർ ഉള്ളത് ഇവിടെ എഴുതുക, എന്നിട്ട് പവറിൽ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്കെന്ത് കിട്ടും? b ഇൻറ്റു 2t എന്ന് കിട്ടും. അപ്പോൾ v എത്രയാണ്? 2bt ആണ്. v ഈസ് ഈക്വൽ ടു 2bt. ഇനി അറ്റ് t ഈക്വൽ ടു 0 v എന്താണ്? tക്ക് 0 കൊടുത്താൽ vയും 0. അറ്റ് t ഈക്വൽ ടു 2 സെക്കൻഡ് v ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബിയുടെ വാല്യൂ എത്രയാണ്? 2.5 ഇൻറ്റു 2 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ചോദ്യത്തിൽ t 0 കൊടുത്തും ചെയ്തു, അതുപോലെ t 2 കൊടുത്തിട്ടും v കണ്ടുപിടിച്ചു. ഇനി എന്താ പറഞ്ഞത്? ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പോൾ നമ്മൾ പൊസിഷൻ ടൈം എത്രയാണ്? 2 സെക്കൻഡ്, t 4 സെക്കൻഡാണ് ടൈം പറഞ്ഞത്. അപ്പോൾ അതിൽ x1 x2 നമ്മൾ കാണണം. അപ്പോൾ x1 കാണുമ്പോൾ ഇവിടെ t1 കൊടുക്കണം, x2 കാണുമ്പോൾ ഇവിടെ t2 കൊടുക്കണം. എന്നിട്ട് എക്കും ബിക്കും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു a പ്ലസ് b ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2 അല്ല, ഇവിടെ 4 അല്ലേ, 4 സ്ക്വയർ മൈനസ് a പ്ലസ് b ഇൻറ്റു 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. ഇപ്പോൾ ആവറേജ് വെലോസിറ്റി നമ്മൾ അതിൽ ടിക്ക് 4 കൊടുത്തപ്പോൾ x2 കിട്ടി, ടിക്ക് 2 കൊടുത്തപ്പോൾ x1 കിട്ടി, t1 t2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 16b എന്നും 4b പോയപ്പോൾ 12b/2 6 ഇൻറ്റു 2.5 ദാറ്റ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഇത് ഭാഗം ചെയ്ത് ബൈ പ്രാക്ടീസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോന്നിങ്ങനെ ചെയ്ത് നോക്കുക. അതിൽ കുറച്ച് ഐഡൻറ്റിറ്റി മിസ്സ് പറയാം, അത് നിങ്ങൾ പഠിക്കുക, ഇരുന്ന് പഠിക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മിസ്സ് ഇപ്പോൾ എഴുതാം, അതൊന്ന് പഠിക്കുക. ഡെറിവേറ്റീവിൻ്റെ ആവശ്യമുള്ളത്, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, അത് നമ്മൾ മാത്സിൽ അടുത്ത വർഷം സെക്കൻഡ് ഇയർ പഠിക്കും. ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ. d/dt ഓഫ് t റൈസ് ടു n എന്നുള്ളതിൻ്റെ ഐ ഡി n ഇൻറ്റു n അങ്ങോട്ട് എഴുതി t റൈസ് ടു n-ൽ നിന്നും 1 കുറച്ചു. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അതെൻ്റെ ടിക്ക് വാല്യൂനൊക്കെ അനുസരിച്ച് നിങ്ങൾ മാറ്റി എഴുതുക. പിന്നെ d/dt ഓഫ് കോൺസ്റ്റൻറ്റ്, സി ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടൈമിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല, അത് 0 ആണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ d/dt ഓഫ് സി ടി റേസ് ടു n ആണെങ്കിൽ സി ഇൻറ്റു n ഇൻറ്റു n-1 എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. അപ്പോൾ അത് വെച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം.